കുട്ടികളിലെ ദഹന പ്രശ്നങ്ങളെക്കുറിച്ച് ശിശുരോഗ വിദഗ്ധ ഡോക്ടർ ശ്രുതി AR സംസാരിക്കുന്നു. ഡോക്ടറെ, കുട്ടിക്ക് വയറുവേദനയാണ്, അല്ലെങ്കിൽ ഭക്ഷണം കഴിക്കാൻ താല്പര്യമില്ല, അതുമല്ലെങ്കിൽ കുഞ്ഞ് പാൽ കുടിച്ചിട്ട് അസ്വസ്ഥനാകുന്നു. ഇത്തരത്തിലുള്ള പരാതികളുടെ പിന്നിൽ പലപ്പോഴും കാണുന്ന ഒരു സാധാരണ കാരണമാണ് ദഹനക്കേട് അഥവാ ഇൻഡൈജഷൻ. എന്താണ് ഈ ദഹനക്കേട്? ദഹനപ്രക്രിയ ശരിയായി നടക്കാതിരിക്കുമ്പോൾ ഉണ്ടാകുന്ന അസ്വസ്ഥതകളെയാണ് ദഹനക്കേട് എന്ന് പറയുന്നത്. കുട്ടികളിൽ വയറുവേദന, വയറ് നിറഞ്ഞതായി തോന്നൽ, ഗ്യാസ്, വയറ് വീർക്കൽ, ഛർദ്ദിക്കാൻ തോന്നൽ, വിശപ്പില്ലായ്മ, കുഞ്ഞുങ്ങളിലെ അമിതമായ കരച്ചിൽ, ഇങ്ങനെയൊക്കെയാണ് അത് പ്രകടമാവുക. ഇനി കുട്ടികളിൽ ദഹനക്കേടുണ്ടാക്കുന്ന പ്രധാന കാരണങ്ങളെക്കുറിച്ച് നോക്കാം. ഒന്നാമതായി, വേഗത്തിൽ അല്ലെങ്കിൽ അമിതമായി ഭക്ഷണം കഴിക്കുക. കുട്ടികൾ ടിവിയോ മൊബൈലോ നോക്കി ഭക്ഷണം കഴിക്കുമ്പോൾ ഭക്ഷണം നന്നായി ചവയ്ക്കാതെ വിഴുങ്ങുകയാണ് പതിവ്. ഇത് ദഹനക്കേടിന് ഒരു കാരണമാകുന്നു. രണ്ടാമതായി, ജങ്ക് ഫുഡ്, ഫ്രൈഡ് ഭക്ഷണം, ചിപ്സ്, ബേക്കറി സാധനങ്ങൾ, സോഫ്റ്റ് ഡ്രിങ്ക്സ് ഇവ കുട്ടികളുടെ വയറിന് യോജിക്കുന്നതല്ല. ഇതുമൂലം കുഞ്ഞുങ്ങൾക്ക് ഗ്യാസ്ട്രൈറ്റിസ് ഉണ്ടാകുകയും ദഹനക്കേട് ഉണ്ടാകാൻ മറ്റൊരു കാരണം കൂടി ഉണ്ടാവുകയും ചെയ്യുന്നു. മൂന്നാമതായി, ക്രമമില്ലാത്ത ഭക്ഷണ സമയവും ദഹനക്കേടിന് ഒരു കാരണമാണ്. ബ്രേക്ക്ഫാസ്റ്റ് ഒഴിവാക്കൽ, വൈകിയുള്ള ഡിന്നർ അല്ലെങ്കിൽ ഭക്ഷണങ്ങൾക്കിടയിൽ വലിയ ഇടവേളകൾ ഇതൊക്കെ ദഹനക്കേട് ഉണ്ടാക്കാൻ കാരണമാകുന്നു. നാലാമതായി, കുഞ്ഞുങ്ങളിലുണ്ടാകുന്ന മാനസിക സമ്മർദ്ദങ്ങൾ. ഇത് ചിലപ്പോൾ സ്കൂളിലെ ചില സമ്മർദ്ദങ്ങളാകാം, പരീക്ഷകളാകാം, അല്ലെങ്കിൽ വീട്ടിലുണ്ടാകുന്ന ചില മാറ്റങ്ങളൊക്കെ ആകാം. ഇത് കുട്ടികളുടെ വയറിനെയും ബാധിക്കുന്നു. ഇനി പ്രായവ്യത്യാസം അനുസരിച്ച് കുട്ടികളിലെ ദഹനക്കേടിന്റെ ലക്ഷണങ്ങളും മാറി മാറി വരും. അതുകൊണ്ട് തന്നെ ദഹനക്കേടിന്റെ ലക്ഷണങ്ങളെക്കുറിച്ച് നമുക്ക് പ്രായം വെച്ച് തരംതിരിക്കാൻ സാധിക്കും. 1 വയസ്സിൽ താഴെ പ്രായമുള്ള കുഞ്ഞുങ്ങളിൽ പാൽ കുടിച്ച ശേഷം അമിതമായ കരച്ചിൽ, കാലുകൾ വയറിലേക്ക് വലിക്കൽ, പാൽ തുപ്പിക്കളയൽ ഇവ സാധാരണമാണ്. മിക്കപ്പോഴും ഇത് കുഞ്ഞിന്റെ ദഹന വ്യവസ്ഥ വളരുന്നതിനൊപ്പം മാറുന്നതുമാണ്. ഇതിനു പുറമെയാണ് കൗസ് മിൽക്ക് പ്രോട്ടീൻ അലർജി. ഇത് സാധാരണമായി കുഞ്ഞുങ്ങളിൽ ഒരു 6 മാസത്തിന് ശേഷം ചില വീടുകളിൽ പാല് കൊടുത്തു തുടങ്ങുന്നു. അതും പശുവിൻ പാല്. 6 മാസത്തിന് മുന്നേ ആണെങ്കിൽ കുഞ്ഞുങ്ങളുടെ അമ്മമാർ പശുവിൻ പാല് കുടിക്കുന്നത് വഴി മുലപ്പാലിലൂടെ കൗസ് മിൽക്ക് വരുന്നത് കാരണം അത് കുഞ്ഞുങ്ങൾക്ക് ഉള്ളിൽ അൾസർ ഉണ്ടാക്കുകയും ഇതുമൂലം കുഞ്ഞിന്റെ മലത്തിൽ രക്തം വരാനുള്ള സാധ്യതയും ഉണ്ട്. വേറൊരു സിറ്റുവേഷനാണ് ലാക്ടോസ് ഇൻടോളറൻസ്. ലാക്ടോസ് ഇൻടോളറൻസ് എന്ന് പറയുന്ന രോഗാവസ്ഥ കുഞ്ഞുങ്ങളിൽ വരുന്നത് സാധാരണയായി പാലിലുള്ളൊരു ഘടകമാണ് ലാക്ടോസ്. ഇതിനെ കുഞ്ഞുങ്ങളുടെ ആമാശയം ടോളറേറ്റ് ചെയ്യാതെ വരികയും ഇതുമൂലം കുഞ്ഞുങ്ങളിൽ ലൂസ് മോഷനും ചിലപ്പോൾ മലത്തിൽ രക്തം വരാനുള്ള സാധ്യതയും ഉണ്ട്. ഇത്തരത്തിലുള്ള രോഗാവസ്ഥകൾ ഉണ്ടാകുമ്പോൾ തന്നെ നമ്മൾ ഡോക്ടറെ കാണിക്കേണ്ടതാണ്. ഡോക്ടർ പരിശോധനയിലൂടെ കണ്ടുപിടിച്ച ശേഷം ഭക്ഷണത്തിൽ ക്രമീകരണങ്ങൾ നിർദ്ദേശിക്കുന്നതാണ്. അമ്മയുടെ ഭക്ഷണത്തിലായിരുന്നാലും കുഞ്ഞിന്റെ ഭക്ഷണത്തിലും നിർദ്ദേശിക്കുന്ന ഈ ക്രമീകരണങ്ങൾ പാലിക്കേണ്ടതുമാണ്. ഇനി 1 വയസ്സിന് മുകളിൽ പ്രായമുള്ള ചെറിയ കുട്ടികളുടെയും അതുപോലെ തന്നെ കുറച്ചുകൂടി മുതിർന്ന കുട്ടികളുടെയും കാര്യമാണ് നമ്മൾ നോക്കാൻ പോകുന്നത്. 1 വയസ്സിന് മുകളിൽ പ്രായമുള്ള ചെറിയ കുട്ടികളിൽ കാണുന്ന ലക്ഷണങ്ങളാണ് വയർ നിറഞ്ഞിരിക്കുക, ഭക്ഷണം ഒഴിവാക്കൽ, വയറുവേദന. ദഹനക്കേടിന്റെ സാധാരണ ലക്ഷണങ്ങളാണിത്. അവസാനമായി, സ്കൂൾ പ്രായമുള്ള കുട്ടികളിൽ വയറിന്റെ മുകളിലത്തെ ഭാഗത്തുണ്ടാകുന്ന വേദനയാണ് ഇവരിൽ ഒരു ലക്ഷണം. ഛർദ്ദിക്കാൻ തോന്നൽ, ഭക്ഷണത്തിനോട് തീരെ താല്പര്യമില്ലായ്മ ഇവയൊക്കെയാണ് ലക്ഷണങ്ങളായി കാണുന്നത്. ചെറിയ കുട്ടികളിലും അതുപോലെ തന്നെ ഈ സ്കൂൾ പ്രായത്തിലുള്ള കുട്ടികളിലും ദഹനക്കേടിന്റെ സാധാരണ കാരണങ്ങളാണ് ഗ്യാസ്ട്രൈറ്റിസ്, മലബന്ധം, വിരശല്യം എന്നിവ. കുഞ്ഞുങ്ങളിലെ വിരശല്യം ദഹനപ്രക്രിയയെ ബാധിക്കുന്ന പ്രധാനമായ ഒരു പ്രശ്നമാണ്. ഇതുമൂലം കുഞ്ഞുങ്ങൾക്ക് ദഹനക്കേടിന്റെ പ്രശ്നം വരാനും സാധ്യതയുണ്ട്. അതുകൊണ്ട് തന്നെ 1 വയസ്സിന് ശേഷം എല്ലാ കുഞ്ഞുങ്ങൾക്കും കൃത്യമായി വിരമരുന്നുകൾ കൊടുക്കേണ്ടതാണ്. വിരമരുന്നുകൾ 6 മാസം കൂടുമ്പോൾ കൊടുക്കുകയും ആദ്യത്തെ വിരമരുന്ന് കൊടുത്തതിന് ശേഷം 2 ആഴ്ചയ്ക്ക് ശേഷം വീണ്ടും 1 ഡോസ് കൂടി വിരമരുന്ന് കൊടുക്കേണ്ടതുമാണ്. ഇതെന്തിനാണെന്ന് വെച്ചാൽ കുഞ്ഞുങ്ങൾക്ക് പിൻവേം എന്ന് പറയുന്ന ഒരു തരത്തിലുള്ള വിരയിൽ നിന്നും രക്ഷപ്പെടാനാണ്. ഈ 2 ഡോസും കൊടുക്കുന്നത് വഴി ഒരുവിധപ്പെട്ട എല്ലാ വിരശല്യങ്ങളിൽ നിന്നും രക്ഷപ്പെടാൻ സാധിക്കും. ഇതിനെല്ലാം പുറമെ കുഞ്ഞുങ്ങളിൽ ഛർദിയും വയറിളക്കവുമായി വരാം. ഇത് സാധാരണയായി കുട്ടികൾ കണ്ടുവരുന്ന ഒരു തരത്തിലുള്ള വൈറൽ ഇൻഫെക്ഷനാണ്.
വൈറൽ ഇൻഫെക്ഷൻ കുഞ്ഞുങ്ങളുടെ വയറിനെ ബാധിക്കുകയും തുടർന്ന് കുഞ്ഞുങ്ങളിൽ ലൂസ് മോഷൻ അല്ലെങ്കിൽ ഛർദി ഉണ്ടാകുന്നു. അജീർണം കാരണം ഉണ്ടാകുന്ന പ്രശ്നങ്ങളാണ് സോഡിയം, പൊട്ടാസ്യം ഇവയെല്ലാം ഛർദിയിലൂടെയും അതുപോലെ തന്നെ മോഷനിലൂടെയും നഷ്ടപ്പെട്ടു പോകുന്നത് വഴി കുഞ്ഞുങ്ങൾക്ക് വേറെ പല പ്രശ്നങ്ങളും ഉണ്ടാകുന്നു. അതുകൊണ്ട് ഇത് നേരത്തെ തന്നെ തിരിച്ചറിഞ്ഞ് ഉടനടി വൈദ്യസഹായം നേടേണ്ട അവസ്ഥകളാണ്. 1 വയസ്സിൽ താഴെ പ്രായമുള്ള കുഞ്ഞുകുട്ടികളിൽ ഈസോഫേഗസ് എന്ന് പറയുന്ന ആമാശയത്തിലെ കുഴലും വയറും തമ്മിൽ ബന്ധിക്കുന്നതിനിടയിൽ ഒരു വാൽവ് ഉണ്ട്. ഈ വാൽവ് അത്ര ടൈറ്റ് അല്ല. അത് ഒരു 6 മാസം അല്ലെങ്കിൽ 1 വയസ്സ് പ്രായമാകുമ്പോഴാണ് അത് ടൈറ്റ് ആവുക. അതിനു മുമ്പൊക്കെ കുഞ്ഞുങ്ങളിൽ വയറിൽ നടക്കുന്ന ആഹാരം തിരിച്ച് ഈസോഫേഗസ് എന്ന ട്യൂബിലോട്ട് വരികയും ഇതാണ് കുഞ്ഞുങ്ങളിൽ അടിക്കടി ഉണ്ടാകുന്ന ഛർദിലിനും അതുപോലെയുള്ള ദഹനക്കേടിനുമൊക്കെ കാരണം. ഇത് വേറൊരു രോഗാവസ്ഥയല്ല, അത് അവരുടെ സാധാരണ അവസ്ഥ തന്നെയാണ്. അതിന് ചിലപ്പോൾ ഡോക്ടർ നിങ്ങൾ കാണുമ്പോൾ അതിന് വേണ്ട രീതിയിലുള്ള ഭക്ഷണ ക്രമീകരണവും അതുപോലെ തന്നെ വേറെ എന്തെങ്കിലും ചെറിയ മരുന്നുകളും ചികിത്സാ രീതിയായി പറയാൻ സാധ്യതയുണ്ട്. ഇതൊരു രോഗമായി മാറുന്നത് 1 വയസ്സിന് മുകളിൽ ഈ പ്രക്രിയ തുടർന്നു കൊണ്ടുപോവുകയും അല്ലെങ്കിൽ ആവർത്തിച്ചുള്ള ഛർദി വരികയും കുഞ്ഞ് അജീർണം മൂലം ശോഷിക്കുകയും വെയിറ്റ് കൂടാതിരിക്കുകയും ചെയ്യുമ്പോഴാണ്. അങ്ങനെയുള്ള അവസ്ഥയിൽ അത് ഉറപ്പായും വൈദ്യസഹായം തേടേണ്ടതാണ്. ദഹനക്കേടിന് ഡോക്ടറുടെ നിർദ്ദേശമില്ലാതെ ഒരിക്കലും മുതിർന്നവരുടെ അസിഡിറ്റി മരുന്നുകൾ കുട്ടികൾക്ക് നമ്മൾ നൽകാൻ പാടുള്ളതല്ല. ഉറപ്പായും ഒരു ശിശുരോഗ വിദഗ്ധനെ കാണിച്ച് പരിശോധന നടത്തിയ ശേഷം ഡോക്ടർ നിർദ്ദേശിക്കുന്ന ടെസ്റ്റുകൾ ഉണ്ടെങ്കിൽ അതും ചെയ്തതിനു ശേഷം ഡോക്ടർ നിർദ്ദേശിക്കുന്ന ചികിത്സ മാത്രം സ്വീകരിക്കുക. ഇതിനു പുറമെ ചികിത്സ വൈകിയാലോ അല്ലെങ്കിൽ ചികിത്സ കിട്ടാതിരുന്നാലോ കുട്ടികളിൽ അൾസറോ പാൻക്രിയാറ്റൈറ്റിസ് മുതലായ സങ്കീർണതകളൊക്കെ ഉടലെടുക്കാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. ദഹനക്കേടിന്റെ ഏറ്റവും നല്ല ചികിത്സ എന്താണ്? ശരിയായ ജീവിതശൈലിയാണ്. കൃത്യമായ ഭക്ഷണ സമയം പാലിക്കുക, ചെറിയ അളവിൽ ഭക്ഷണം ഇടയ്ക്കിടെ കുട്ടികൾക്ക് നൽകുക, ഭക്ഷണം സാവധാനം കഴിക്കാൻ കുട്ടികളെ നമ്മൾ ശീലിപ്പിക്കുക, ഭക്ഷണ സമയത്ത് ടിവിയോ അല്ലെങ്കിൽ മൊബൈലോ ഒഴിവാക്കുക, കൃത്യമായ ഇടവേളകളിൽ വിരശല്യത്തിനുള്ള മരുന്നുകൾ കൊടുക്കുക. ദഹനക്കേട് ഒഴിവാക്കുന്നതിനേക്കാൾ നല്ലത് ഭക്ഷണ രീതിയിൽ ഉണ്ടാക്കുന്ന ചില മാറ്റങ്ങളായിരിക്കും, അല്ലേ? തൈര്, മോര് ഇവയൊക്കെ ധാരാളമായി പ്രോബയോട്ടിക്സ് അടങ്ങിയിട്ടുണ്ട്. അപ്പോൾ ഈ പ്രോബയോട്ടിക്കുകൾ ഉള്ള ഭക്ഷണങ്ങൾ നമ്മുടെ ആമാശയത്തിൽ ചെല്ലുമ്പോൾ അത് നമ്മുടെ നല്ല ബാക്ടീരിയയെ വളരാൻ സഹായിക്കുന്നു. അങ്ങനെ കുഞ്ഞിന് ദഹനക്കേട് പരിഹരിക്കാനും സഹായിക്കുന്നു. ഇതിന് പുറമെ നമ്മളെ വീട്ടിൽ സാധാരണമായി കാണുന്ന ചോറ്, ചപ്പാത്തി, ഇഡ്ഡലി, ദോശ ഇവയൊക്കെ തന്നെ നല്ല ഭക്ഷണങ്ങളാണ്. പിന്നെ പഴങ്ങളും പച്ചക്കറികളും മതിയായ രീതിയിൽ വെള്ളവും കുഞ്ഞുങ്ങൾക്ക് കൊടുക്കുന്നത് വഴി മലബന്ധം മൂലമുള്ള ദഹനക്കേട് ഉണ്ടാകാതിരിക്കാൻ കുഞ്ഞുങ്ങളെ സഹായിക്കുന്നു. എപ്പോഴൊക്കെയാണ് നമ്മൾ അടിയന്തരമായി കുട്ടിക്ക് വൈദ്യസഹായം തേടിക്കൊടുക്കേണ്ടത്? ശക്തമായി അല്ലെങ്കിൽ തുടർച്ചയായുള്ള വയറുവേദന, ആവർത്തിച്ചുള്ള ഛർദിലോ മലത്തിലോ ഉള്ള രക്തം, ശരീരഭാരം കുഞ്ഞിന് കൂടാതിരിക്കുക, 2 ആഴ്ചയ്ക്കുമേൽ നീളുന്ന ദഹനക്കേട് ഇവയൊക്കെയാണ് അടിയന്തര വൈദ്യസഹായം വേണ്ട അവസ്ഥകൾ. ശരിയായ ഭക്ഷണം, ക്രമമുള്ള ദിനചര്യ, മാനസിക പിന്തുണ ഇവയൊക്കെയാണ് ആരോഗ്യത്തിന്റെ അടിസ്ഥാനം. അതുകൊണ്ട് തന്നെ നമ്മുടെ കുഞ്ഞുമക്കളെ നമ്മൾ പറഞ്ഞു പഠിപ്പിക്കേണ്ട ചില കാര്യങ്ങളുണ്ട്. ഭക്ഷണം കഴിക്കുന്നതിന് മുൻപും ശേഷവും കൈകൾ വൃത്തിയായി കഴുകുക. ഭക്ഷണം കഴിച്ച് 1.5 മണിക്കൂറിന് ശേഷം മാത്രമേ കുഞ്ഞുങ്ങളെ ഉറക്കാൻ വിടാൻ പാടുള്ളൂ. നല്ല അളവിൽ തന്നെ കുഞ്ഞുങ്ങൾക്ക് വെള്ളം കൊടുക്കുക. കൊടുക്കുന്ന വെള്ളം തിളപ്പിച്ചതാണെന്ന് ഉറപ്പുവരുത്തുക. ശുചിമുറി ഉപയോഗിച്ചതിന് ശേഷവും പിൻപും കുട്ടികൾ കൈകൾ വൃത്തിയായി കഴുകുക. ഇതൊക്കെ ചെയ്യുന്നത് വഴി വിരയും മറ്റു രോഗാണുക്കളും കുഞ്ഞുങ്ങളുടെ ഉള്ളിൽ കയറാതിരിക്കുകയും പലതരത്തിലുള്ള രോഗങ്ങളിൽ നിന്നും രക്ഷപ്പെടാൻ സാധിക്കും. കുട്ടികളുടെ വയർ വളരെ സെൻസിറ്റീവാണ്. പക്ഷേ ശരിയായ പരിചരണം കിട്ടിയാൽ വളരെ പെട്ടെന്ന് സുഖപ്പെടുന്നതുമാണ്. കുട്ടികളിലെ ദഹന പ്രശ്നങ്ങളെക്കുറിച്ച് ഇതുവരെ സംസാരിച്ചത് ശിശുരോഗ വിദഗ്ധ ഡോക്ടർ ശ്രുതി AR. Shadha